ആംബുലൻസിന് മുന്നിൽ ബൈക്ക് യാത്രക്കാരന്റെ അഭ്യാസം. രോഗിയുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസിന് മുന്നിലാണ് തടസ്സം സൃഷ്ടിച്ചത്. നിരന്തരം ഹോണടിച്ചിട്ടും യാത്രക്കാരൻ വഴി തന്നില്ല എന്ന് ആംബുലൻസ് ഡ്രൈവർ പറയുന്നു. ഇംതിയാസ് കരീം ചേരുന്നു. ഇംതിയാസ്, ഇത്തരം സാഹചര്യങ്ങളിൽ ഇത് എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് കൗതുകം തോന്നിപ്പോകുന്നു. മാത്രവുമല്ല, ഇത് പുതിയൊരു കാര്യമായി തോന്നുന്നുമില്ല. നിരവധി പേർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് റോഡിൽ കാണാനാവും. പല സന്ദർഭത്തിലും അത് വാർത്തയാവുന്നില്ല എന്ന് മാത്രം. ഈ സന്ദർഭത്തിൽ ഈ ബിരുദൻ എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ വഴിമാറി കൊടുക്കാതിരുന്ന ആംബുലൻസ് ഡ്രൈവർക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ്? സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. വാർത്തകളിൽ ഇടം പിടിച്ചവ, ഇടം പിടിക്കാത്തവയായിട്ട് നിരവധി കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ വയനാട് മേപ്പാടിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി പോകുന്ന ആംബുലൻസ് ആയിരുന്നു. ഏകദേശം 22 കിലോമീറ്ററോളം ദൂരം ഇദ്ദേഹം ഈ വണ്ടി ഓടിക്കുന്ന ഈ ബിരുദൻ ഈ ആംബുലൻസിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് മുൻപിലൂടെ വാഹനം ബൈക്ക് ഓടിച്ചു പോയി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. 22 കിലോമീറ്റർ ദൂരമാണ് ഈ ആംബുലൻസിന് വഴിമുടക്കിയിട്ടുള്ളത്. മാത്രവുമല്ല, ഈ ആംബുലൻസ് ഇങ്ങനെ ഓടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുമ്പോൾ 1 മണിക്കൂർ വൈകി എന്നാണ് ആംബുലൻസ് ഡ്രൈവർ വ്യക്തമാക്കിയത്. ഇതിലിപ്പോൾ അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്ന സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനടി നടപടി ഉണ്ടാവുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നതും ആംബുലൻസ് രോഗിയുമായൊക്കെ പോകുന്ന ആംബുലൻസിന് മുൻപിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൂടാ. അതിനെതിരെ കൃത്യമായ നടപടി മോട്ടോർ വാഹന വകുപ്പ് എടുത്തേ തീരൂ. മോത്തി.